Good evening, dear friends. Once again, welcome back to my channel. ഇന്നത്തെ വീഡിയോയിലൂടെ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനായിട്ട് തീവ്രമായി പഠിച്ചൊരുങ്ങുന്ന കുട്ടികൾക്ക് ഇക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗം നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്നതിനായി മുൻ വർഷത്തെ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻസിനെ അവയുടെ ഉത്തരങ്ങളെയും ചാപ്റ്റർ വൈസ് അനാലിസിസ് നടത്തി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോകളാണ് ഇവ. ഈ വീഡിയോ സീരീസിലെ 16ാമത്തെ വീഡിയോയാണിത്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 2ാമത്തെ ക്ലാസ്. ഈ വീഡിയോ കാണുന്നവർക്ക് അതിൽ പറയുന്നത് പോലെ പാഠഭാഗങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സാകാനുള്ള സാധ്യതയും ഉറപ്പും നിങ്ങൾക്ക് നൽകുന്നു. പാഠഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി വെക്കുന്നതിന് ഇത് സഹായകമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒപ്പം കമൻറ്റുകൾ ചെയ്യുകയും ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ചാപ്റ്റർ 5 മീൻ മീഡിയൻ മോഡ് എന്ന ഭാഗത്തെക്കുറിച്ചുള്ള വീഡിയോ ക്ലാസിൻ്റെ 2ാമത്തെ ഭാഗമാണിത്. പാർട്ട് 2 ചാപ്റ്റർ സമ്മറിയും ചാപ്റ്റർ വൈസ് അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നാം പഠിച്ചത് മീനിൻ്റെ ഇൻഡിവിജ്വൽ സീരീസിലെ അല്ലെങ്കിൽ അൺഗ്രൂപ്ഡ് ഡാറ്റയുടെ സൊല്യൂഷൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോയിലൂടെ നാം പഠിക്കുന്നത് ഡിസ്ക്രീറ്റ് സീരീസിലെയും കണ്ടിന്യൂസ് സീരീസിലെയും ഗ്രൂപ്ഡ് ഡാറ്റയുടെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അതിൽ ഡിസ്ക്രീറ്റ് സീരീസ് ഗ്രൂപ്ഡ് ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കാം. ഇതിൽ 3 മെത്തേഡുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, 2 ഷോർട്ട് കട്ട് മെത്തേഡ് അഥവാ അസ്യൂംഡ് മീൻ മെത്തേഡ്, 3ാമതായി സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡുകളിലും അവയുടെ ഇക്വേഷൻസുമാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. ഡയറക്റ്റ് മെത്തേഡിൽ അവയുടെ ഇക്വേഷൻ, ഈ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ പ്രത്യേകത എന്നുള്ളത് സാധാരണ ഇൻഡിവിജ്വൽ സീരീസിൽ നിന്നും വ്യത്യാസമുള്ളത് അതിന് എക്സിൻ്റെ വാല്യൂവും ഒപ്പം തന്നെ ഫ്രീക്വൻസിയും തന്നിരിക്കും എന്നുള്ളതാണ്. എക്സിൻ്റെ വാല്യൂവും ഒപ്പം അതിനോടൊപ്പം ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് ഡിസ്ക്രീറ്റ് സീരീസിലെ പ്രത്യേകത. അതാണ് എഫ് കൂടെ ആഡ് ചെയ്യപ്പെട്ടു വരുന്നത്. ഓരോ എക്സിനും അവയുടെ ഫ്രീക്വൻസിയും അവയോടൊപ്പം തന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ കാണുന്നതിനുള്ള ഇക്വേഷൻ അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് ആ നമ്പറിൻ്റെ ടോട്ടൽ, ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് എൻ എന്ന് വിളിക്കുന്നത്. സിഗ്മ എഫ് എന്ന് പറയുന്നത് തന്നെയാണ് എൻ. രണ്ടാമത് ഷോർട്ട് കട്ട് മെത്തേഡ്, അതല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡിലെ ഇക്വേഷൻ അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ. എ പ്ലസ് എ മീൻസ് അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ്. ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ, ഓരോ എക്സിൽ നിന്നും അസ്യൂംഡ് മീൻ കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡി എക്സ്. ആ ഡി എക്സിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവയുടെ ടോട്ടൽ എടുക്കണം. അതാണ് സിഗ്മ എഫ് ഡി എക്സ് എന്ന് പറയുന്നത്. അതിനെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ, അതായത് n ഇട്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യണം. അതാണ് ഷോർട്ട് കട്ട് മെത്തേഡിലെ ഇക്വേഷൻ. ഇനി സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, ഇത് അരിത്തമെറ്റിക് ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഒരു വേർഷൻ ചേഞ്ച് ആകുന്നതും കൂടെയാണ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലെ ഇക്വേഷൻ എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. എഫ് ഡി എക്സ് ഇവിടെ ഈ മെത്തേഡിലെ ഷോർട്ട് കട്ട് മെത്തേഡിലെ എഫ് ഡി എക്സിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എഫ് ഡി എക്സ് ഡാഷ്. എഫ് ഡി എക്സ് ഡാഷിനെ
n കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആവും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലത്തിലൂടെ നമുക്ക് കാണാം. പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമതായി, the marks obtained by 50 students in economics test are the following. Calculate the arithmetic mean. മാർക്സ് 50 കുട്ടികളുടെ എക്കണോമിക്സ് പരീക്ഷയുടെ മാർക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. 10 മാർക്ക് ലഭിച്ച കുട്ടികളുടെ എണ്ണം 7 പേര്, 15 മാർക്ക് ലഭിച്ചത് 10 പേര്, 25 മാർക്ക് ലഭിച്ചത് 12 പേര്, 30 മാർക്ക് ലഭിച്ചത് 10 പേര്, 35 മാർക്ക് ലഭിച്ചത് 6 പേര്, 40 മാർക്ക് ലഭിച്ചത് 3 പേര്, 45 മാർക്ക് ലഭിച്ചത് 2 പേര്. അങ്ങനെയെങ്കിൽ അതായത് ഇവിടെ എക്സിന്റെ വാല്യൂവും, അതാണ് മാർക്സ് എന്ന് പറയുന്നത്, എക്സിന്റെ വാല്യൂ ആണ്. എക്സിന്റെ വാല്യൂവും അതിന്റെ ഫ്രീക്വൻസിയും തരുമ്പോഴാണ് ഡിസ്ക്രീറ്റ് സീരീസ് ആകുന്നത്. ഇൻഡിവിജ്വൽ സീരീസിലായിരുന്നുവെങ്കിൽ എക്സിന്റെ ഈ വാല്യൂ മാത്രമേ തരികയുള്ളായിരുന്നു, അതിന് ഫ്രീക്വൻസി ഒന്നും ഉണ്ടാകുകയില്ല. ഫ്രീക്വൻസിയും കൂടെ തരുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫ്രീക്വൻസി ഇല്ലാതെ ആ ഇൻഫർമേഷൻ മാത്രം, എക്സിന്റെ വാല്യൂസ് മാത്രം തരുന്നതിനെയാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഇത് ഗ്രൂപ്പ്ഡ് ഡാറ്റ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ഗ്രൂപ്പ്ഡ് ഡാറ്റ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇൻഡിവിജ്വൽ സീരീസ് മാത്രമാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ വിഭാഗത്തിൽ പെടുന്നത്. അതായത് ഡാറ്റയെ ഗ്രൂപ്പ് ചെയ്യാത്തവ, ഇത് ഗ്രൂപ്പ് ചെയ്തത്. അതായത് 10 മാർക്ക് കിട്ടിയവർ 7 പേർ, 15 മാർക്ക് കിട്ടിയവർ 10 പേർ, അത് ഗ്രൂപ്പ് തിരിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കാണുന്നു എന്ന് ശ്രദ്ധിക്കാം. കാൽക്കുലേഷൻ ഓഫ് അരിത്തമെറ്റിക് മീൻ ബൈ ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡില് അരിത്തമെറ്റിക് മീൻ കണ്ടെത്തുക. അതിന്റെ ഇക്വേഷൻ നോക്കാം. അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. എഫ് ഇൻറ്റു എക്സ് അതിന്റെ ടോട്ടൽ എടുക്കുന്നു, എന്നിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് അതിന്റെ ടേബിളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാർക്സിനെ എല്ലാം എക്സ് എന്ന് ചേർത്ത് വിളിക്കുന്നു. അതിന്റെ ഫ്രീക്വൻസിയാണ് എഫ്. അപ്പൊ മാർക്സ് എല്ലാം ക്രമമായി താഴേക്ക് എഴുതി, ഫ്രീക്വൻസിയും ക്രമമായി താഴേക്ക് എഴുതി. അതിനുശേഷം എക്സും എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10 ഇൻറ്റു 7 70, 15 ഇൻറ്റു 10 150, 25 ഇൻറ്റു 12 300, 30 ഇൻറ്റു 10 300, 35 ഇൻറ്റു 6 210, 40 ഇൻറ്റു 3 40 ഇൻറ്റു 3 120, 45 ഇൻറ്റു 2 90. അങ്ങനെ എഫ് എക്സിന്റെ ടോട്ടൽ എടുക്കുന്നു 1240 1240. എഫിന്റെ ടോട്ടലും എടുക്കുന്നു 50. അങ്ങനെ നമുക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും കിട്ടി. നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ ഉണ്ടായിരുന്ന എഫ് എക്സുമാണ്. നമ്മൾ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അവയുടെ ടോട്ടൽ എടുത്തു എന്നുമാണ്. എഫിന്റെ ടോട്ടലും എഫ് എക്സിന്റെ ടോട്ടലും എടുത്തു എന്ന് മാത്രം. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നതാണ് 1240. എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ്, എഫിന്റെ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് എൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് 50. 1240നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24.8 എന്ന് നമുക്ക് ലഭിക്കും. 24.8 എന്ന ഉത്തരം നമുക്ക് ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ യൂസിങ് അസ്യൂംഡ് മീൻ ഓർ ഷോർട്ട് കട്ട് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിലൂടെ നമുക്ക് അരിത്തമെറ്റിക് മീൻ കണ്ടെത്താൻ ശ്രമിക്കാം. അതേ ക്വസ്റ്റ്യൻ തന്നെ. മാർക്സ് 10, 15, 25, 30, 35, 40, 45. മാർക്ക് ലഭിച്ചവർ 10 മാർക്ക് ലഭിച്ചവർ 7 പേര്, 15 കിട്ടിയവർ 10 പേര്, 25 മാർക്ക് ലഭിച്ച 12 പേര്, 30 മാർക്ക് ലഭിച്ച 10 പേര്, 35 മാർക്ക് ലഭിച്ചത് 6 പേർക്ക്, 40 മാർക്ക് ലഭിച്ച 3 പേര്, 45 മാർക്ക് ലഭിച്ച 2 പേര്. അരിത്തമെറ്റിക് മീനിന്റെ ഇക്വേഷൻ, അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ. എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ. നമുക്കൊന്ന് പ്രോബ്ലത്തിന്റെ വിശദമായ ടേബിളിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ എക്സ് എഴുതുന്നു. എക്സ് തന്നിരിക്കുന്നതിനെല്ലാം താഴേക്ക് ഇറക്കി എഴുതി. 10, 15, 25, 30, 35, 40, 45. അതിന്റെ ഫ്രീക്വൻസിയാണിത്. 7, 10, 12, 10 അതിനെല്ലാം കൂടെ എഴുതുന്നു. ടോട്ടൽ 50 വരുന്നു. ഇനി എക്സിൽ ഒരു നമ്പറിനെ, ഏകദേശം മധ്യഭാഗത്ത് വരുന്ന ഒരു നമ്പറിനെ നമ്മൾ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുകയാണ്. കാരണം ഇതിനകത്ത് ഷോർട്ട് കട്ട് മെത്തേഡ് അഥവാ അസ്യൂംഡ് മീൻ മെത്തേഡിൽ അസ്യൂംഡ് മീനെ കണ്ടെത്തണം. അത് നമ്മൾ 25നെയാണ് അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, എക്സും എഫും ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അത് രണ്ടും താഴേക്ക് നമ്മൾ എഴുതി എഫിന്റെ ടോട്ടലും എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനിയും അടുത്തത്
അസ്യൂംഡ് മീൻ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം ഡി എക്സ് നമ്മൾ കണ്ടെത്തണം. ഡി എക്സ് കാണാനുള്ള മാർഗം ഓരോ എക്സിൽ നിന്നും ഈ അസ്യൂംഡ് മീൻ മൈനസ് ചെയ്യണം. ഒന്നാമത്തെ എക്സ് എന്ന് പറയുന്നത് 10 ആണ്. 10ൽ നിന്ന് 25 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 15. -15 എന്നാണ് കിട്ടുന്നത്. കാരണം 10 ചെറിയ സംഖ്യയും -25 25 വലിയ സംഖ്യയുമാണ്. അതുകൊണ്ട് അതിന്റെ ഉത്തരം -15 എന്ന് നമുക്ക് കിട്ടും. -15 എന്നാണ് നമുക്ക് കിട്ടുന്നത്. -15 എന്ന് കിട്ടി. അടുത്തത് ഈ 15ൽ നിന്ന് 25 മൈനസ് ചെയ്യുമ്പോൾ -10 എന്ന് കിട്ടും. അടുത്തത് 25ൽ നിന്ന് 25 മൈനസ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അടുത്ത 30ൽ നിന്ന് 25 മൈനസ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടി. 35ൽ നിന്ന് 25 മൈനസ് ചെയ്തപ്പോൾ 10 എന്നും 40ൽ നിന്ന് 25 മൈനസ് ചെയ്തപ്പോൾ 15 എന്നും 45ൽ നിന്ന് 25 മൈനസ് ചെയ്തപ്പോൾ 20 എന്നും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ഡി എക്സ് നമ്മൾക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ഇനിയും എഫും ഡി എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എഫും ഡി എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എഫും ഡി എക്സുടെ മൾട്ടിപ്ലൈ എഫ് ഡി എക്സ് 7 into 15 105. 10 into 10 -105 എന്നാണ്. 10 into 10 -100. അതായത് ഒരു സംഖ്യ മൈനസും ഒരു സംഖ്യ പ്ലസും ആണെങ്കിൽ അവ തമ്മിൽ ഗുണിക്കേണ്ടി വരുമ്പോൾ മൈനസ് ആയിരിക്കും കോമൺ ആയിട്ട് വരുന്നത്. 12 into 0 0. 10 into 5 50. 6 into 10 60. 3 into 15 45. 2 into 20 40. എന്നിട്ട് മൈനസ് സംഖ്യകൾ ടോട്ടൽ ചെയ്തു, പ്ലസ് സംഖ്യകളെല്ലാം കൂടെ ടോട്ടൽ ചെയ്തു. അവ തമ്മിലുള്ള വ്യത്യാസം എടുത്തപ്പോൾ -10 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. -10 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. a പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ n. ഇതിനകത്ത് a എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ ആണ്. a ഈസ് ഈക്വൽ ടു 25. എഫ് ഡി എക്സ് സിഗ്മ എഫ് ഡി എക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന -10. n എന്ന് പറയുന്നത് 50 ആണ്. അത് നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. a പ്ലസ് 25 പ്ലസ് -10 ഡിവൈഡഡ് ബൈ 50. -10 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 50 എന്നുള്ളതിനെ നമ്മൾ ചെയ്യുമ്പോൾ 0.2 എന്ന് നമുക്ക് ലഭിക്കും. 0.2 എന്ന് നമുക്ക് ലഭിക്കുന്നു. ഇവയുടെ സൈൻ മൈനസ് ആയിട്ട് പ്ലസും മൈനസും കൂടെ മൈനസ് തന്നെ വരും. അപ്പോൾ 25ൽ നിന്നും 0.2 മൈനസ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 25ൽ നിന്ന് -0.2 മൈനസ് ചെയ്യുമ്പോൾ 24.8 എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. 24.8 എന്ന ആൻസർ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു 24.8. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഗ്രൂപ്പ്ഡ് ഡേറ്റയിലെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് മൂന്നാമത്തെ മെത്തേഡായ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡിൽ നിന്നും ഒരല്പം കൂടെ വ്യത്യാസമുണ്ട് മൂന്നാമത്തെ മെത്തേഡിന് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ അണ്ടർ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഫോർ ദ ഫോളോയിങ്. മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസുമാണ് തന്നിരിക്കുന്നത്. മാർക്ക് 10, 15, 25, 30, 35, 40, 45 ആണ്. മാർക്ക് കുട്ടികളുടെ എണ്ണം 7, 10, 12, 10, 6, 3, 2 എന്ന ക്രമത്തിലാണ്. അവയുടെ അരിത്തമെറ്റിക് മീൻ കാണുന്നത് അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു a പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ n ഇൻറ്റു സി. a പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ n ഇൻറ്റു സി. നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ടേബിളിലേക്ക് കടക്കുന്നു. ടേബിളിലെ എക്സും എഫും നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അവ നമ്മൾ എടുത്ത് ടേബിളിലേക്ക് കൊണ്ടുവന്നു. എക്സ് അതുപോലെ എടുത്തെഴുതി, എഫും അതുപോലെ എടുത്തെഴുതി. അതിനുശേഷം എക്സിൽ നിന്ന് ഒരെണ്ണത്തിനെ നമ്മൾ അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തു. ഏകദേശം മധ്യഭാഗത്ത് വരുന്ന എടുക്കുന്നതാണ് നമ്മൾക്ക് കൂടുതൽ നന്നായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം മധ്യഭാഗത്ത് വന്ന ഈ പറയുന്ന 25നെ എടുത്തു. ഏത് നമ്പർ എടുത്താലും തടസ്സമില്ല. പക്ഷെ മധ്യഭാഗത്തു നിന്നാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ അല്പം കുറഞ്ഞു കിട്ടും എന്നുള്ളതായിരിക്കും ഒരു പ്രത്യേകത, ഒരു ഗുണം. അതുകൊണ്ട് ഏകദേശം മധ്യഭാഗത്തു നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. 30, 25 ഏത് നമ്പർ എടുത്താലും വിഷയമില്ല. പക്ഷേ മധ്യഭാഗത്താണെങ്കിൽ നന്നായിരിക്കും. എഫിന്റെ ടോട്ടൽ 50 നമുക്ക് കിട്ടി. ഡി എക്സ് എക്സിൽ നിന്ന് ഓരോ എയും അസ്യൂംഡ് മീനും കുറച്ചു. ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. 10 മൈനസ് 25 മൈനസ് 15. 15 minus 25 minus 10. 25 minus 25 0. 30 minus 25 5. 35 minus 25 10. 40 minus 25 15. 45 minus 25 20. ഇനി ഇതിനെ ഒരു കോമൺ നമ്പർ കൊണ്ട് ഇതിൽ നിന്ന് ഒരു കോമൺ നമ്പർ എടുത്തിട്ട് അതുകൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യണം. ഇതിൽ നിന്നൊരു കോമൺ നമ്പർ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 5 ആണ്.
5 ഉപയോഗിച്ച് എല്ലാത്തിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 15 മൈനസ് ഡി എക്സ് ഡാഷ് എന്ന് പറയുന്നു. ഡി എക്സ് കണ്ടുപിടിച്ചിട്ട് ഡി എക്സിലെ ഏതെങ്കിലും ഒരു കോമൺ നമ്പർ ഉപയോഗിച്ച് ഡി എക്സിലെ സംഖ്യകളുടെ എല്ലാം കൂടെ ഒരു കോമൺ നമ്പറിനെ എടുത്ത് അതിനെ ഡി എക്സിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5 നമ്മളിവിടെ കോമൺ നമ്പറായിട്ട് എടുക്കുന്നത്. 15ഉം 10ഉം 5ഉം 10ഉം 15ഉം 20നും എല്ലാം കൂടെ ചേരുന്നത് 5. 5 ഉപയോഗിച്ച് ഇതിനെല്ലാം ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 5 3, 10 ഡിവൈഡഡ് ബൈ 5 2, 0 തന്നെ 5 ഡിവൈഡഡ് ബൈ 5 1, 10 ഡിവൈഡഡ് ബൈ 5 2, 15 ഡിവൈഡഡ് ബൈ 5 3, 20 ഡിവൈഡഡ് ബൈ 5 4. ഇനിയും ഇതിനെ ഈ കിട്ടിയ ഡി എക്സ് ഡാഷിനെയാണ് എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. തെറ്റിപ്പോകരുത്. ഡി എക്സ് ഡാഷ് കണ്ടുപിടിച്ചിട്ടാണ് ഡാഷിനെയും എഫിനെയും കൂടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡി എക്സ് ഡാഷ് -3 ആണ്. -3യെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 21, -2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 20, 12 × 0 0, 10 × 1 10, 6 × 2 12, 3 × 3 9, 2 × 4 8. എന്നിട്ട് അവയുടെ ടോട്ടൽ മൈനസ് സംഖ്യകളുടെ ടോട്ടൽ എടുക്കുന്നു 41, പ്ലസ് സംഖ്യകളുടെ ടോട്ടൽ എടുക്കുന്നു. അവ തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ -2 എന്ന ആൻസർ നമുക്ക് ലഭിക്കുന്നു. -2 എന്ന ആൻസർ ലഭിക്കുന്നു. ഇനി നമ്മൾ ഇക്വേഷനിലെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു a പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ n ഇൻറ്റു സി. a പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ n ഇൻറ്റു സി. a എന്ന് പറയുന്നത് 25 ആണ് അസ്യൂംഡ് മീൻ. എഫ് ഡി എക്സ് ഡാഷ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരം ഇതാണ്. എഫ് ഡി എക്സ് ഡാഷ് അതിൻ്റെ ടോട്ടൽ -2 ആണ്. സി എന്ന് പറയുന്നത് കോമൺ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 5 എന്ന് പറയുന്ന നമ്പറാണ് സി. n എന്ന് പറയുന്നത് 50. എഫിൻ്റെ ടോട്ടലാണ്. ഇക്വേഷൻ അപ്ലൈ ചെയ്ത് 25 പ്ലസ് ബ്രാക്കറ്റിനകത്ത് 2/50 -2/50 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 0.2 എന്ന് കിട്ടുന്നു. അപ്പോൾ 25ൽ നിന്ന് പ്ലസ് ഓർ മൈനസ് വരുമ്പോഴത്തേക്കും 25ൽ നിന്ന് മൈനസ് ചെയ്യണം. 25ൽ നിന്ന് 0.2 മൈനസ് ചെയ്യുമ്പോൾ 24.8 എന്ന ഉത്തരം നമുക്ക് ലഭിക്കുന്നു. 24.8 എന്ന ഉത്തരം ലഭിച്ചു. അടുത്തത് കണ്ടിന്യൂ സീരീസ് ആണ്. കണ്ടിന്യൂ സീരീസിലും നമുക്ക് ഇതുപോലെ 3 മെത്തേഡുകളാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, രണ്ടാമത് അസ്യൂംഡ് മീൻ മെത്തേഡ് ഓർ ഷോർട്ട് കട്ട് മെത്തേഡ്, മൂന്നാമത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. കണ്ടിന്യൂ സീരീസിലെ ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് വിശേഷിപ്പിക്കുന്നു. ഡയറക്റ്റ് മെത്തേഡിലെ ഇക്വേഷൻ അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ n. കാരണം കണ്ടിന്യൂ സീരീസിൽ എഫ് കൂടെയുണ്ട്, ഡിസ്ക്രീറ്റ് സീരീസിലെ പോലെ തന്നെ എഫും കൂടെയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവ ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എഫ് എക്സ് ഡിവൈഡഡ് ബൈ n. അസ്യൂംഡ് മീൻ മെത്തേഡിലാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ കാണുന്നത് a പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ n. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലാണ് ഒരു പടിയും കൂടെ കടക്കുകയാണ്. a പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ n ഇൻറ്റു സി എന്ന് വരും. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. കാൽക്കുലേറ്റ് ദ അരിത്തമെറ്റിക് മീൻ ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ യൂസിങ് ഡയറക്റ്റ് മെത്തേഡ്. ഇവിടെ കണ്ടിന്യൂ സീരീസിൻ്റെ പ്രത്യേകത, ഇവിടെ എക്സിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് ഒരു ക്ലാസ് ആയിട്ടാണ്. 40 മുതൽ 50 വരെ രണ്ട് പേരുണ്ട്. 40 മുതൽ 50 വരെ മാർക്ക് ലഭിച്ചവർ, 50 മുതൽ 60 വരെ മാർക്ക് ലഭിച്ചവർ 5 പേരും, 60 മുതൽ 70 മാർക്ക് വരെ ലഭിച്ചത് 20 പേരും, 70 മുതൽ 80 മാർക്ക് വരെ ലഭിച്ചത് 10 പേരും, 80 മുതൽ 90 മാർക്ക് ലഭിച്ചത് 5 പേരും, 90 മുതൽ 100 വരെ ലഭിച്ചവർ 8 പേരുമായിരുന്നു. ഇക്വേഷൻ നമ്മൾ ഓർക്കുന്നു. അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ n. നമ്മളതിനെ അറേഞ്ച് ചെയ്യുകയാണ് ടേബിൾ പോലെ. ആദ്യം ക്ലാസ് എഴുതുന്നു, പിന്നെ എക്സ് കണ്ടുപിടിക്കുന്നു. ക്ലാസ്സിൽ നിന്ന് എക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ ആണ്, നടുക്കത്തെ വാല്യൂ ആണ്, മധ്യ നമ്പറുകളാണ് മിഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 40ഉം ഈ 50 കൂടെ കൂട്ടുക 90 എന്ന് വരും. 90നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിഡ് വാല്യൂ കിട്ടി 45. അടുത്ത ഈ 50നെയും 60നെയും കൂടെ കൂട്ടുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 55 മിഡ് വാല്യൂ കിട്ടി. ഇപ്പോൾ ഈ മിഡ് വാല്യൂ ഇനി അടുത്തത് അങ്ങനെ ചെയ്തില്ലെങ്കിലും എളുപ്പമാർഗ്ഗമുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. അപ്പോൾ അടുത്തത് ഇത് തമ്മിലുള്ള വ്യത്യാസവും 10 ആയിരിക്കും. അപ്പോൾ 55ൻ്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്യുക 65, 65ൻ്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്യുക 75, 75ൻ്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്തു 85, 85ൻ്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്തു 95. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനത്തെ സംഖ്യ നോക്കാം. 100 + 90 190, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 95 എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എഫ്, അപ്പോൾ എക്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കി രണ്ടും ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. ഇനി എഫും ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നിട്ടുണ്ടാവും. ഇനി എഫ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവയുടെ ടോട്ടൽ എടുക്കുന്നു 3435, 3435. എഫ് എന്ന് പറയുന്നത്
എൻ എന്ന് പറയുന്നത് എഫിൻ്റെ ടോട്ടലാണ് 50. ഇക്വേഷനിലേക്ക് അപ്ലൈ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 3435 എൻ എന്ന് പറയുന്നത് 50. 3435 ഡിവൈഡ് ബൈ 50 നോക്കുമ്പോൾ 68.7 എന്ന ഉത്തരം നമുക്ക് ലഭിക്കുന്നു. 68.7 എന്ന ഉത്തരം ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ബൈ യൂസിങ് ഷോർട്ട് കട്ട് മെത്തേഡ് ഓർ അസ്യൂംഡ് മീൻ മെത്തേഡ്. അവിടെയാണ് എങ്കിൽ തന്നിരിക്കുന്നത്. ഇവിടെ വാല്യൂയും ഫ്രീക്വൻസിയുമാണ് തന്നിരിക്കുന്നത്. വാല്യൂ തന്നിരിക്കുന്നത് <10, 4, <20, 16, <30, 40, <40, 76 ഉണ്ടോ? 10-ൽ താഴെ മാർക്ക് ലഭിച്ചിരിക്കുന്നവർ 4 പേർ, 20-ൽ താഴെ മാർക്ക് ലഭിച്ചിരിക്കുന്നവർ 16 പേർ. അപ്പോൾ 16-ൽ 4 ഉൾക്കൊള്ളും എന്നർത്ഥം. 30-ൽ താഴെ മാർക്ക് ലഭിച്ചിരിക്കുന്നത് 40 പേർ, 40-ൽ താഴെ ലഭിച്ചിരിക്കുന്നത് 76 പേർ, 50-ൽ താഴെ 96 പേർ, 60-ൽ താഴെ മാർക്ക് ലഭിച്ചിരിക്കുന്നത് 112, 70-ൽ താഴെ മാർക്ക് ലഭിച്ചിരിക്കുന്നത് 120, 80-ൽ താഴെ ലഭിച്ചിരിക്കുന്നവർ 125. നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലെ ഇക്വേഷൻ എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നാണ്. നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാം. ക്ലാസ് 0 to 10, എക്സ്, എഫ്, ഡി എക്സ്, എക്സ് മൈനസ് എഫ് ഡി എക്സ്. ക്ലാസ് ആദ്യം നമ്മൾ ക്രമമായിട്ട് എഴുതി 0 to 10, 10 to 20 അങ്ങനെ താഴേക്ക് 70 മുതൽ 80 വരെ എഴുതി. എന്നിട്ട് അവയുടെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തതുപോലെ ഇവ തമ്മിൽ ആഡ് ചെയ്തു, അവയുടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 0 to 10 ആഡ് ചെയ്തപ്പോൾ 10 തന്നെ കിട്ടുന്നു. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടി. 10, 20 കൂട്ടുന്നു, 30 കിട്ടും. 30-ൻ്റെ പകുതി 15. അപ്പോൾ അങ്ങനെ നമ്മൾ 5, 15, 25, 35, 45, 55, 65, 75 നമുക്ക് ലഭിച്ചു. ഇനി ഇതിൻ്റെ മധ്യഭാഗത്തുള്ള നമ്പറിനെ നമ്മൾ എ ആയിട്ട് എടുക്കുന്നു. അസ്യൂംഡ് മീൻ എ ആയിട്ട് എടുത്തു. ഫ്രീക്വൻസിയും ക്വസ്റ്റ്യൻ ഇത് തന്നിട്ടുണ്ട്. അത് ക്രമമായിട്ട് നമ്മൾ എഴുതുന്നുണ്ട്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ 125 എന്നാണ്. ഫ്രീക്വൻസി ക്രമമായിട്ട് നമ്മൾ എഴുതുകയല്ല ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ പ്രത്യേകത നോക്കേണ്ടതുണ്ട്. തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഫസ്റ്റിൽ തന്നിരിക്കുന്നത് <10, 10-ൽ താഴെ മാർക്ക് ലഭിച്ചിരിക്കുന്നവർ 40 പേരെന്നാണ്. അപ്പോൾ 4 പേരെന്നാണ്. 10-ൽ താഴെ മാർക്ക് ലഭിച്ചിരിക്കുന്നത് 4 പേരാണ്. 20-ൽ താഴെ മാർക്ക് ലഭിച്ചത് 16 പേരെന്ന് പറയുമ്പോൾ ഈ 16-ൽ ആ 4 ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് 20-ൽ 10-നും 20-നും ഇടയിൽ മാർക്ക് കിട്ടിയവരുടെ എണ്ണം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ 16-ൽ നിന്ന് 4 മൈനസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ആദ്യത്തെ സംഖ്യ 4 എന്നത് 10-ൽ താഴെ മാർക്ക് ലഭിച്ചവർ 4, 10-നും 20-നും ഇടയിൽ ലഭിച്ചവർ ആ 16-ൽ നിന്ന് 4 കുറച്ച് 12 എഴുതിയത്. അടുത്ത ഫ്രീക്വൻസി കാണേണ്ടി വരുമ്പോൾ 40-ൽ നിന്ന് 16 മൈനസ് ചെയ്യണം. 40 മൈനസ് 16 അപ്പോൾ കിട്ടുന്ന ഉത്തരമാണ് അടുത്തടുത്ത് വരുന്നത് 24. അടുത്തത് ചെയ്യേണ്ടിയിരുന്നത് 76 മൈനസ് 40. 76-ൽ നിന്ന് 40 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 36. അടുത്തത് മൈനസ് ചെയ്യുന്നത് 96-ൽ നിന്ന് 76 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 20. അങ്ങനെ താഴേക്ക് നമ്മൾ ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ച് വരുമ്പോൾ 125 ടോട്ടൽ കിട്ടുന്നു. ഡി എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ പറഞ്ഞാൽ അസ്യൂംഡ് മീൻ എടുക്കുന്നു. എക്സ് മൈനസ് എ ഓരോന്നും മൈനസ് ചെയ്യുന്നു. 45 മൈനസ് 5 മൈനസ് 40 മൈനസ് 30 മൈനസ് 20 മൈനസ് 10 0 10 20 30 അങ്ങനെ കിട്ടി. ഇനി ഇതിനെ എഫും ഡി എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് അവയുടെ ടോട്ടൽ എടുക്കണം. 4 × 40 160, 12 3 മൈനസ് 30 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അവയുടെ ടോട്ടൽ എടുക്കുന്നു. മൈനസ് നമ്പറുകളുടെ ടോട്ടലും പ്ലസ് നമ്പറുകളുടെ ടോട്ടലും തമ്മിലുള്ള വ്യത്യാസം -920 നമുക്ക് കിട്ടി. പ്ലസ് സംഖ്യകളെല്ലാം അവിടെ കൂട്ടുന്നു, മൈനസ് സംഖ്യകളെല്ലാം അവിടെ കൂട്ടുന്നു. അവ തമ്മിലുള്ള വ്യത്യാസം -920 കിട്ടി. ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അരിത്തമെറ്റിക് മീൻ ഈസിക്കൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡാഷ് ഡിവൈഡ് ബൈ എൻ. എ ഈസിക്കൽ ടു 45, എഫ് ഡി എക്സ് -920, എൻ 125. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് 45 പ്ലസ് -920 ഡിവൈഡ് ബൈ 125. അപ്പോൾ അത് മൈനസ് സംഖ്യ വരും. ഡിവൈഡ് ബൈ 7.36 വരും. അപ്പം 45-ൽ നിന്ന് ഉത്തരം കുറയണം. 37.64 എന്ന ഉത്തരം കിട്ടി. 37.64. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് യൂസിങ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? മാർക്സും ഫ്രീക്വൻസിയും. മാർക്സ് തന്നിരിക്കുന്ന മോർ ദാൻ 0, 0യേക്കാൾ കൂടുതൽ ലഭിച്ചവർ 650. ക്ലാസ്സിലെ മുഴുവൻ പേരും 0യേക്കാൾ കൂടുതൽ, ആർക്കും 0യിൽ താഴെ മാർക്കില്ല. മോർ ദാൻ 10 500 പേര്, മോർ ദാൻ 20 425, മോർ ദാൻ 30 375, മോർ ദാൻ 40 300, മോർ ദാൻ 50 275, മോർ ദാൻ 60 250, മോർ ദാൻ 100, മോർ ദാൻ 70 100. അടുത്ത ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു എഫ് സിഗ്മ എഫ് ഡി എക്സ് ഡാഷ് ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സി എന്നാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ടേബിൾ വരയ്ക്കുന്നു. മാർക്ക് എക്സ് എഫ് ഡി എക്സ് ഡാഷ് എഫ് ഡി എക്സ് ഡാഷ്. അപ്പോൾ മാർക്സ് താഴേക്ക് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70,
മോർ ദാൻ 70 എന്ന് പറയുമ്പോൾ 70 to 80 വരെ വരും. മോർ ദാൻ 70 എന്ന് പറയുമ്പോൾ 70 to 80. അടുത്തത് എക്സ് എന്ന് പറയുന്നത് ഇവയുടെ മിഡ് വാല്യൂ ആണ്. ഇത് നമ്മൾ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 0 + 10 / 2. അതുപോലെ താഴേക്ക് എഴുതുന്നു. അതുപോലെ 75 വരെ നമ്മൾ വന്നു. ഫ്രീക്വൻസി അവിടെ തരുന്നത് എടുക്കേണ്ടത് ഇങ്ങനെയാണ്. ആദ്യത്തത് ഈ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 500 680 തമ്മിലുള്ള വ്യത്യാസം 180 കാണിച്ചു. തൊട്ടടുത്ത സംഖ്യ 425 500 തമ്മിലുള്ള വ്യത്യാസം 75 ഇത് എഴുതി. അടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ എഴുതി. ഏറ്റവും അവസാനത്തത് ആ തന്നിരിക്കുന്ന സംഖ്യ എടുത്ത് അതുപോലെ ഏറ്റവും അവസാനം എഴുതേണ്ടതുണ്ട്. നിങ്ങൾ കുറച്ച് വരുമ്പോൾ ഇവിടം വരെയാണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത് വരുമ്പോൾ ആ 700 തന്നെ എടുത്ത് ഇവിടെ ഇടേണ്ടതാണ്. ഇനി ഡി എക്സിൽ നിന്ന് ഒരെണ്ണത്തിനെ അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നു. അസ്യൂംഡ് എക്സിൽ നിന്ന് അസ്യൂംഡ് മീൻ ഓരോന്നായിട്ട് കുറയ്ക്കുമ്പോൾ -40 -30 -20 -10 0 10 20 30 നമുക്ക് ലഭിക്കുന്നു. ഇതിനെ ഡി എക്സ് ഡാഷ് കാണുന്നു. ഈ സംഖ്യകളിൽ നിന്ന് ഡി എക്സിൽ നിന്ന് കോമൺ ആയിട്ടൊരു സംഖ്യ എടുക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ 10 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അതുകൊണ്ട് ഓരോ സംഖ്യയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. -40 / 10 -4 -30 / 10 -3 -20 / 10 -2 -10/10 -1 0/10 0 10/10 1 20/10 2 30/10 3. ഇനി ഡി എക്സ് ഡാഷും എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എഫ് ഇൻറ്റു ഡി എക്സ് ഡാഷ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഓരോന്ന് എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവയുടെ ടോട്ടൽ എടുക്കാൻ ശ്രമിക്കുകയാണ്. മൈനസ് സംഖ്യകളുടെ എല്ലാം ടോട്ടൽ എടുക്കുന്നു, പ്ലസ് സംഖ്യകളുടെ ടോട്ടൽ എടുക്കുന്നു. അത് തമ്മിലുള്ള വ്യത്യാസം എടുത്തപ്പോൾ -375 എന്ന് നമുക്ക് കിട്ടി. അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു a + സിഗ്മ എഫ് ഡി എക്സ് ഡാഷ് / n × c എന്നാണ്. എന്ന് പറയുന്നത് 45 ആണ്. എഫ് ഡി എക്സ് ഡാഷ് എന്ന് പറയുന്നത് -375 ആണ്. n 680, c എന്ന് പറയുന്നത് 10. ഇക്വേഷൻ 45 + -375 / 680 × 10. 45 - 5.769 എന്ന് പറഞ്ഞാൽ -39.23 എന്ന് നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. മീഡിയനിലേക്ക് കിടക്കുകയാണ്. എല്ലാ വീഡിയോകളും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കാണുക. ഉയർന്ന മാർക്കോടെ ഇക്കണോമിക്സ് പരീക്ഷ പാസ്സാകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു. താങ്ക് യു.